നമസ്കാരം. ഗ്രഹങ്ങൾക്കുള്ളതുപോലെ തന്നെ ഭാവങ്ങൾക്കും കാരകത്വമുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാം ഭാവം അല്ലെങ്കിൽ ലഗ്നഭാവം കൊണ്ട് നമ്മൾ ആയുസ്, ശരീരം, ശരീരഘടന, ശരീരത്തിൻ്റെ നിറം, സ്വഭാവം, സ്ഥിതിമഹത്വം, കീർത്തി, സുഖം, അവയവാദികൾ, സൗന്ദര്യം, ഓജസ്, ശക്തി, ജയം, വ്യവഹാരാദികളിലുള്ള ജയം, ആത്മപ്രഭാവം ഇവയെ ചിന്തിക്കണം. അതുപോലെ രണ്ടാം ഭാവം നമ്മളതിനെ വിദ്യാസ്ഥാനം, ധനസ്ഥാനം എന്ന് പറയുന്നു. രണ്ടാം ഭാവം കൊണ്ട് കുടുംബത്തെ ചിന്തിക്കണം. ധനം, വിദ്യ, വാക്ക്, സമ്പത്ത്, വലത്തെ കണ്ണിൻ്റെ കാഴ്ച, സത്യദീക്ഷ, ഭോജനസുഖം, പൂർവസ്വത്ത്, നിധി, നിക്ഷേപം ഇവയെ ചിന്തിക്കണം. രണ്ടാം ഭാവം കൊണ്ട് കളത്രത്തെയും നിരൂപിക്കണമെന്ന് ചില ആചാര്യന്മാർ പറയുന്നു. ഇനി മൂന്നാം ഭാവം സഹോദരസ്ഥാനമാണ്. മൂന്നാം ഭാവം കൊണ്ട് സഹോദരങ്ങൾ, ധൈര്യം, ശൗര്യം, സൈന്യം, സേവനം, ദുർബുദ്ധി, ഭക്ഷണം, ആഭരണം, സ്വരമാധുര്യം, കൈപ്പട, വലത്ത് ചെവി, വേലക്കാരി ഇവകളെ ചിന്തിക്കണം. ഇനി നാലാം ഭാവം മാതൃസ്ഥാനമാണ്. നാലാം ഭാവം കൊണ്ട് സുഖം, വീട്, ഗൃഹനിർമ്മാണം, ബന്ധുക്കൾ, അമ്മാവൻ, അനന്തിരവൻ, വാഹനം, മാതാവ്, വിദ്യാഭ്യാസം, കന്നുകാലി സമ്പത്ത്, ഭൂമിലാഭം, സൗരഭ്യം, ശയ്യോപകരണങ്ങൾ ഇത്യാദികളെ പറയണം. അഞ്ചാം ഭാവം പുത്രസ്ഥാനമാണ്. അഞ്ചാം ഭാവം കൊണ്ട് സന്താനങ്ങൾ, ബുദ്ധി, വൈഭവം, മനസ്സ്, രാജാംഗം അല്ലെങ്കിൽ ഉദ്യോഗലബ്ധി, പുണ്യം, അടുത്ത ജന്മം, മന്ത്രിസ്ഥാനം, കാര്യവിചാര പ്രാപ്തി, ഗുണദോഷങ്ങളെ കാലേക്കൂട്ടി അറിയുവാനുള്ള കഴിവ് ഇതെല്ലാം വിചാരിക്കണം. ഇനി ആറാം ഭാവം ശത്രുസ്ഥാനവുമാണ്, രോഗസ്ഥാനവുമാണ്. ആറാം ഭാവം കൊണ്ട് കള്ളന്മാർ, ശത്രുക്കൾ, കാര്യാദികൾക്കുള്ള വിഘ്നം, ഋണബാധ്യത, രോഗം, മുറിവ്, വ്രണം, ഭയം, വ്യാധികൾ, മനോദുഃഖം, ആയുധത്താലുള്ള മരണം ഇത്യാദികളെ ചിന്തിക്കണം. ഏഴാം ഭാവം കളത്രസ്ഥാനം. ഏഴാം ഭാവം കൊണ്ട് വിവാഹം, ദാമ്പത്യ സൗഖ്യം, കാമവികാരം, ഭാര്യ, ഭർത്താവ്, ആഗ്രഹം, ക്രയവിക്രയം, കാര്യസാധ്യം, ശീലഗുണം, ഔദാര്യം, ബഹുമാനം, സഞ്ചാരം, പുത്രഗുണം ഇവകളെ പറയണം. ഇനി അഷ്ടമഭാവം ആയുർസ്ഥാനമാണ്. എട്ടാം ഭാവം കൊണ്ട് ആയുസ്, അരിഷ്ടത, രോഗം, മരണം, കടം, ആപത്ത്, അപവാദം, നാശം, മനോവ്യാധി, വിഘ്നങ്ങൾ, ദാസത്യം, ഉപജീവനമാർഗം ഇവയെ പറയണം. സ്ത്രീകൾക്ക് മംഗല്യത്തെയും ഭർത്തൃനാശം അല്ലെങ്കിൽ വൈധവ്യത്തെയും പറയേണ്ടതും അഷ്ടമം കൊണ്ടാണ്. ഔഷധശക്തിയെയും പറയണം. ഒമ്പതാം ഭാവം ഭാഗ്യസ്ഥാനമാണത്. ഒൻപതാം ഭാവം കൊണ്ട് പിതാവ്, പുത്രൻ, പൗത്രൻ, ഭാഗ്യം, പൂർവസുഹൃതം, സൽക്കർമ്മം, ഗുരു, ശുഭത്വം, ശ്രേഷ്ഠന്മാർ തമ്മിലുള്ള സമ്പർക്കം, ഔഷധം, കുലീനത്വം അല്ലെങ്കിൽ വംശമഹത്വം, ദാനധർമ്മങ്ങൾ, സൗശീല്യം ഇത്യാദികളെ ചിന്തിക്കണം. ഇനി പത്താം ഭാവം കർമ്മസ്ഥാനമാണ്. പത്താം ഭാവം കൊണ്ട് തൊഴിൽ, ഉദ്യോഗം, ജലം, സൽകീർത്തി, ബഹുമാന്യത, ആജ്ഞ, അന്തസ്സ്, മേധാവിത്വം, വിജ്ഞാനം, കർമ്മകുശലത, ധനപ്രാപ്തി ഇവയെല്ലാം പറയണം. 11ാം ഭാവം ലാഭസ്ഥാനമാണ്. 11ാം ഭാവം കൊണ്ട് പലവിധത്തിലുള്ള ധനലാഭം, സമ്പാദ്യം, ശ്ലാഘ്യത, ജ്യേഷ്ഠ സഹോദരങ്ങൾ, ഇടത്തെ ചെവി എന്നിവയെ ചിന്തിക്കണം. 12ാം ഭാവം വ്യയസ്ഥാനം. 12ാം ഭാവത്തെക്കൊണ്ട് ദുഃഖം, വ്യയം, നാശം, സഞ്ചാരം, വിരഹം, വിദേശവാസം, ദാരിദ്ര്യം, ധനനഷ്ടം, ഇടത്തെ കണ്ണ്, സ്ഥാനഭ്രംശം, അംഗവൈകല്യം എന്നിവയെല്ലാം ചിന്തിക്കണം. ജനനം പകലാണെങ്കിൽ പിതൃകാരകൻ ആദിത്യനും മാതൃകാരകൻ ശുക്രനുമാണ്. ജനനം രാത്രിയിലാണെങ്കിൽ പിതൃകാരകൻ ശനിയും മാതൃകാരകൻ ചന്ദ്രനുമായിരിക്കും. രാത്രിയിൽ പിതൃകാരകൻ ശനിയാണെങ്കിൽ തന്നെയും രവിയുടെ ബലത്തെയും ചിന്തിക്കണം. എന്തുകൊണ്ടെന്നാൽ സാക്ഷാൽ പിതൃകാരകൻ രവിയാണല്ലോ. അതുപോലെ പകൽ മാതൃകാരകൻ ശുക്രനാണെങ്കിൽ തന്നെയും സാക്ഷാൽ മാതൃകാരകത്വമുള്ള ചന്ദ്രൻ്റെ ബലത്തെയും ചിന്തിച്ചു വേണം ഫലനിർണ്ണയം ചെയ്യാൻ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.